നമസ്കാരം. ശ്രീരാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുറച്ചു ഭാഗം. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടുലകു വാഴിയായ തമ്പുരാനെത്രയും താഴത്തന്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമിത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തട്ടുടുത്തിട്ടുത്തരിയവുമിട്ടു. മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖരമായ പോളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മി ചെല്ലും. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളി മഞ്ചത്തിന്നു വെക്കമുത്ഥാനം ചെയ്തിട്ടു പക്കിലുള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പാരാവാര കൽപ്പ പരിവാരത്തോടു കൂടി ഭക്തപാരായണനായ നാരായണൻ ആശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനതയ പാരവശ്യമീവം മറ്റൊരീശ്വരനുണ്ടോ. മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടണച്ചു ഗാഠം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടുപരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതുകൊണ്ടു തനിക്കുമാർക്കും തളിച്ചു. നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂശിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരിചന്ദനയവ കുസുമതി പാതി കൊണ്ടും ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ. ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുഭദ്രനോടു കൂടെ ചേർന്നു വീശിത്തുടങ്ങി. ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുദേവനോടു കൂടെ ചേർന്നു വീശിത്തുടങ്ങി.